ഹായ് ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ആ കിടലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റാണ്. അപ്പോൾ ആവേശകരമായ ആ എപ്പിസോഡ് റിവ്യൂലേക്ക് പോകാം. അങ്ങനെ മനസ്സിലെ പിണക്കം എല്ലാം മാറ്റിവെച്ച് നിധി വീണ്ടും നമ്മുടെ കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുന്ന വൈകാരികമായ നിമിഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഹോസ്റ്റലിലെ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴും നിധിയുടെ ഉള്ളിൽ സുധീഷിനോടുള്ള അമർഷം ബാക്കിയുണ്ടായിരുന്നു. തന്നോട് മാപ്പ് ചോദിച്ച സുധീഷിനെ അംഗീകരിക്കാൻ നിധിക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. എങ്കിലും പഴയ കാലത്തെ ആ നല്ല ഓർമ്മകൾ ഒരു നിമിഷം നിധിയുടെ മനസ്സിലൂടെ കടന്നുപോയി. എന്നാൽ കഥ മാറുന്നത് നികേഷിന്റെ ആ ഫോൺ കോളിലൂടെയാണ്. പനി ബാധിച്ച് അവശനായ നികേഷ് തന്റെ ഏട്ടത്തിയില്ലാത്ത ആ വീട് ഒരു നരകമായി മാറിയെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ നിധിക്ക് അത് കേട്ട് നിൽക്കാനായില്ല. ഏട്ടത്തി പോയതോടെ ഈ വീട്ടിലെ സമാധാനം പോയി. എല്ലാവരും വഴക്കിലാണ്. എനിക്ക് പനിയാണ് ഏട്ടത്തി, നോക്കാൻ പോലും ആരുമില്ല എന്നൊക്കെയുള്ള നികേഷിന്റെ വാക്കുകൾ നിധിയുടെ ഉള്ളൊലച്ചു. അങ്ങനെ പിറ്റേന്ന് നേരം പുലരുന്നത് വലിയൊരു സന്തോഷ വാർത്തയുമായാണ്. നികേഷിനെ കാണാൻ വേണ്ടി നിധി ഓട്ടോറിക്ഷയിൽ കിളിക്കൂട്ടിലേക്ക് എത്തുന്നു. പടിക്കലെത്തുന്ന ഭാസ്കരനെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷമാണ് നിധി അകത്തേക്ക് കയറിയത്. നിധിയെ കണ്ട് ഹരീഷിനും സുഭാഷിനും ഒക്കെ ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. സുധീഷ് ആകട്ടെ നിധി വന്നത് വിശ്വസിക്കാനാവാതെ പകച്ചു നിൽക്കുകയായിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് സ്വപ്നമല്ലെന്ന് ഉറപ്പിക്കാൻ പോലും സുധീഷ് പാടുപെടുന്നുണ്ടായിരുന്നു. പിന്നീട് പനിയായി കിടക്കുന്ന നികേഷിന്റെ അരികിലെത്തി നിധി അവന്റെ തലയിൽ തലോടുമ്പോൾ അവന് കിട്ടുന്ന ആശ്വാസം ചെറുതല്ലായിരുന്നു. ആ, ഏട്ടത്തി വന്നല്ലോ, ഇനി എനിക്ക് മരുന്നൊന്നും വേണ്ടാന്ന് നികേഷ് പറയുമ്പോൾ ആ വീട്ടിൽ വീണ്ടും സന്തോഷം നിറയുകയാണ്. ഉടനെ തന്നെ സുഭാഷ് ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് ഓടുമ്പോൾ ബാക്കി എല്ലാവരും സ്നേഹത്തോടെ നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശേഷം നിധി നികേഷിനോട് കുശലാന്വേഷണങ്ങളെല്ലാം നടത്തുമ്പോൾ തന്റെ സാന്നിധ്യം അറിയിക്കാൻ സുധീഷ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സുധീഷ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിധി ഒരു മതിൽക്കെട്ട് പോലെ അവഗണനയോടെയാണ് പെരുമാറിയത്. ഇത് കണ്ട് അരികിലെത്തിയ ഹരീഷ് സുധീഷിനോട് പതിയെ പറയുകയാണ്, വന്നത് മുതല് ഏട്ടത്തി നിങ്ങളെ ഒന്ന് നോക്കുന്നു പോലും ഇല്ലല്ലോ, കുറച്ചു നേരം ഒന്ന് അടങ്ങി നിൽക്കാൻ പറയുകയാണ് കേട്ടോ ഹരീഷ്. ഈ സമയം സ്നേഹത്തോടെ സുഭാഷ് എല്ലാവർക്കും ചായ പകർന്നു നൽകി. ആ ചായയുടെ രുചി നുണയുമ്പോൾ നിധിക്ക് ഗൃഹാതുരത്വം തോന്നി. അവള് പറയുകയാണ്, സുഭാഷ് ഏട്ടന്റെ ഈ ചായ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. മോള് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കാമായിരുന്നു എന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ലെന്നായിരുന്നു നിധിയുടെ മറുപടി. എങ്കിലും സ്നേഹക്കൂടുതൽ കൊണ്ട് അവൾക്കായി ദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കാൻ സുഭാഷ് തീരുമാനിച്ചു. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ആകാതെ കിടന്നിരുന്ന നികേഷ് ആകട്ടെ നിധിയെ കണ്ടതോടെ പെട്ടെന്ന് ഉന്മേഷവാനായി. ഏട്ടത്തി തിരികെ വരുമെന്ന് ഞാൻ കരുതിയതേയില്ല എന്നിങ്ങനെ നികേഷ് സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ സുധീഷ് ഇതിനിടയിൽ ചോദിക്കുകയാണ് നിധിയോട്, നിധി ഇനി ഓഫീസിലേക്കാണോ പോകുന്നത് എന്ന്. എന്നാൽ നിധി ആകട്ടെ അതിന് ഉത്തരം പോലും കൊടുക്കുന്നില്ല. സുധീഷിനെ മൈൻഡ് ചെയ്യാതെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നിധി വന്നതോടെ നികേഷിന്റെ പനി പകുതിയും മാറിയെന്ന് സുഭാഷും സമ്മതിക്കുന്നു. സ്നേഹത്തിന് മരുന്നിനേക്കാൾ വലിയ ശക്തിയുണ്ടെന്ന് ആ നിമിഷം അവിടെ തെളിയുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നികേഷ് ആ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, ഏട്ടത്തിക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൂടെ. അത് കേട്ട് നിധി എന്തു പറയണമെന്നറിയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നികേഷ് വീണ്ടും നിർബന്ധിക്കുകയാണ് നിധിയെ. സുധീഷ് ഏട്ടനുമായിട്ടല്ലേ ഏട്ടത്തിക്ക് പ്രശ്നം, വേണമെങ്കിൽ ഏട്ടനെ നമുക്ക് പുറത്താക്കാം, ഏട്ടത്തി തിരികെ വന്നാൽ മതി. ഏതായാലും നികേഷിന്റെ നിഷ്കളങ്കമായ ആ ആവശ്യം കേട്ട് സുധീഷിന്റെ തൊണ്ടയിൽ ചായ കുടുങ്ങിപ്പോയി. എങ്കിലും തന്നെ പുറത്താക്കാൻ കൂട്ടുനിൽക്കാത്ത സുഭാഷിനെ നോക്കി സുധീഷ് ആശ്വാസം കൊള്ളുമ്പോൾ ഹരീഷ് സുധീഷിനെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. പിന്നീട് സുഭാഷ് സ്നേഹത്തോടെ ഉണ്ടാക്കിയ ദോശയെല്ലാം നിധി ആസ്വദിച്ച് കഴിച്ചു. ഞാൻ ഇടയ്ക്കിടെ കാണാൻ വരാമെന്ന് നിധി ഉറപ്പ് നൽകിയപ്പോൾ നികേഷിന്റെ മുഖം പൂനിലാവ് പോലെ വിരിഞ്ഞു. പിരിയുന്നതിന്റെ സങ്കടം ഉണ്ടെങ്കിലും വീണ്ടും കാണാമെന്ന വാഗ്ദാനം ആ വീട്ടിലുള്ളവർക്കെല്ലാം ഒരു പുതിയ പ്രതീക്ഷ നൽകി. തിരികെ വരണമെന്ന നികേഷിന്റെ നിർബന്ധത്തിന് മുന്നിൽ നീ ആദ്യം നിന്റെ പനി മാറ്റാൻ നോക്ക് എന്ന് പറഞ്ഞ് നിധി സ്നേഹത്തോടെ ഒഴിയുകയായിരുന്നു. വാശിയേക്കാൾ ഉപരി അവന്റെ ആരോഗ്യത്തിലായിരുന്നു നിധിക്ക് അപ്പോൾ ആശങ്ക. യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയ നിധിയെ ബസ് സ്റ്റാൻഡ് വരെ ആക്കാമെന്ന് സുഭാഷ് ഏറ്റു. ആ സമയത്താണ് സുധീഷ് തന്ത്രപൂർവ്വം ഇടപെട്ടത്. അടുപ്പിൽ കറി ഇരിക്കുകയാണെന്ന് പറഞ്ഞ് സുഭാഷിനെ സുധീഷ് മനഃപൂർവ്വം മാറ്റി നിർത്തി. എന്നിട്ട് താൻ നിധിയുടെ കൂടെ പോകാമെന്ന് അവൻ പറയുകയാണ് കേട്ടോ. നിധിയുമായിട്ട് കുറച്ചു നേരം കൂടെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവൻ മുറുകെ പിടിക്കുകയായിരുന്നു. തനിയെ പോയിക്കോളാം എന്ന് നിധി പറയുന്നുണ്ടെങ്കിലും വീട്ടുമുറ്റത്ത് വെറുതെ ഇരിക്കുന്ന വണ്ടി ചൂണ്ടിക്കാട്ടി ഹരീഷ് നിർബന്ധിക്കുകയാണ്. ഇത് ഏട്ടത്തിക്ക് വേണ്ടി വാങ്ങിയ വണ്ടിയല്ലേ, ഇത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി വെച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോ അതിന് നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് സുധീഷ് പറയുകയാണ്. എന്നാൽ ആ സമയത്ത് നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് തറപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. ഒടുവില് നിധി മുന്നിലും സുധീഷ് പിന്നാലെയുമായി നടപ്പ് തുടങ്ങി. എന്റെ പിന്നാലെ എന്തിനാ വരുന്നത് എന്ന ചോദ്യത്തിന് ഇത് ഗവൺമെന്റിന്റെ റോഡാണെന്നും നിന്റെ അച്ഛന്റെ വകയല്ലെന്നും പറഞ്ഞ് സുധീഷ് കുസൃതി കാട്ടി. ആ റോഡിലൂടെയുള്ള നടത്തം അവരിലെ പഴയ കാലത്തെ മധുരമുള്ള വഴക്കുകൾ വീണ്ടും ഉണർത്തുന്നുണ്ടായിരുന്നു. തനിക്ക് തനിയെ നടക്കാൻ അറിയാമെന്ന് ഗമ കാണിച്ച നിധിയോട് ഒന്നും അറിയാതിരുന്ന കാലത്ത്
ഞാൻ കൂടെ ഉണ്ടായിരുന്നത് മറക്കരുതെന്ന് സുധീഷ് അവളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ തന്റെ വാക്കുകൾ നിധിയുടെ ഉള്ളിൽ എവിടെയോ ഒരു പുഞ്ചിരി വിരിക്കുന്നുണ്ടെന്ന് സുധീഷ് തിരിച്ചറിയുന്നു. വഴിയിൽ വെച്ച് നാട്ടുകാരുടെ ചോദ്യങ്ങൾ അവരെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഭാസ്കരന്റെ മരുമകൾ തിരിച്ചു വന്നോ എന്നും ഭാര്യയും ഭർത്താവും പിണക്കം മാറിയോ എന്നും ചോദിച്ചവരോടൊക്കെ സുധീഷ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി നൽകി. നാട്ടുകാരുടെ കുശലാന്വേഷണങ്ങൾ ഒരു പരിധിക്കപ്പുറം അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ സ്ത്രീകൾ വാഴില്ല എന്ന നാട്ടുകാരിയുടെ പരിഹാസം കൂടെ കേട്ടപ്പോൾ സുഭാഷേട്ടൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിധി ഓർത്തെടുക്കുകയാണ്. ശാപങ്ങൾ പേർന്ന ആ വീടിന്റെ ദുരവസ്ഥയോർത്ത് നിധിക്ക് സഹതാപം തോന്നി. താൻ കാരണം വീടിന് ചീത്തപ്പേരായതിൽ നിധിക്ക് വലിയ വിഷമമുണ്ട്. അത് മനസ്സിലാക്കിയ സുധീഷ് ആകട്ടെ നിധിയോട് പറയുകയാണ്, ഞാൻ ആ വീട് വിട്ടുപോയാൽ നിധിക്ക് അങ്ങോട്ട് മടങ്ങി വരാമല്ലോ, എനിക്കല്ലേ പ്രശ്നമുള്ളൂ. സുധീഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിധിയിൽ നിന്നും അകന്നു നിൽക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ സുധീഷിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എന്നാൽ അനാവശ്യമായ കാര്യങ്ങൾ പറയേണ്ടാന്ന് പറഞ്ഞ് നിധി അവനെ തടയുന്നു. ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിലും സുധീഷ് ആ വീട് വിട്ടു പോകുന്നത് നിധിക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ സുധീഷ് തന്റെ ഉള്ളിലെ സങ്കടം മുഴുവൻ നിധിക്ക് മുന്നിൽ തുറന്നു വെക്കുകയായിരുന്നു. അന്ന് ഞാൻ കുടിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, നീ എന്നോട് ക്ഷമിക്ക് നിധി, അങ്ങനെ സുധീഷ് നിധിയോട് കെഞ്ചി പറഞ്ഞു. താൻ ചെയ്ത തെറ്റുകൾ ഒരു ഭാരമായി സുധീഷിന്റെ മനസ്സിനെ വേട്ടയാടുകയായിരുന്നു. തക്കലയിലെ വീട്ടിൽ ഒരേ മുറിയിൽ കഴിഞ്ഞപ്പോൾ പോലും ഞാൻ മാന്യമായിട്ടല്ലേ പെരുമാറിയതെന്ന് സുധീഷ് നിധിയെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ക്ഷമ ചോദിച്ചിട്ടും നിധി ഒന്നും മിണ്ടാതെ ഒരു ഓട്ടോയിൽ കയറി അവിടെ നിന്നും പോയി. തന്റെ വാക്കുകൾ പാഴായി പോയല്ലോ എന്നോർത്ത് സുധീഷും വല്ലാത്ത നിരാശയിലായി. എന്നാൽ ഓട്ടോയിൽ ഇരിക്കുമ്പോഴും നാട്ടുകാർ തന്നെയും ആ വീടിനെയും പരിഹസിച്ച കാര്യങ്ങൾ നിധിയുടെ ഉള്ളിൽ നീറുന്നുണ്ടായിരുന്നു. അഭിമാനിയായ അവൾക്ക് ആ പരിഹാസങ്ങൾ താങ്ങാവുന്നതിലും അധികമാണ്. വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് മടങ്ങുന്ന നിധിയെ കാണാൻ സുധീഷ് വീണ്ടും ഹോസ്റ്റൽ പരിസരത്തെത്തി. കൂടെയുള്ള ദിവ്യയെ മാറ്റി നിർത്തി നിധി ദേഷ്യത്തോടെ സുധീഷിന്റെ അരികിലെത്തി. നിധിയുടെ അവഗണനയുടെ ആഴം കൂടുന്തോറും സുധീഷിന്റെ കുറ്റബോധം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഞാനൊരു മാനം കെട്ടവനായതുകൊണ്ടല്ലേ നിനക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ സുധീഷ് പറയുകയും കൈകൂപ്പിക്കൊണ്ട്, എനിക്ക് വേണ്ടി അല്ലെങ്കിലും ആ വീട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടി നീ തിരികെ വരണം. നിധി പോയതോടെ ആ വീട്ടിലെ വെളിച്ചമണഞ്ഞെന്നും എല്ലാവരും നിശബ്ദരായെന്നും സുധീഷ് വേദനയോടെ വിവരിച്ചു. ഒരു വീടിനെ വീടാക്കി മാറ്റിയത് നിധിയാണെന്ന തിരിച്ചറിവ് സുധീഷിനെ വല്ലാത്ത അസ്വസ്ഥനാക്കി. രാവിലെ പറഞ്ഞതുപോലെ താൻ ആ വീട് വിട്ടുപോയാൽ നിധി തിരികെ വരുമോ എന്ന് സുധീഷ് വീണ്ടും ചോദിച്ചപ്പോൾ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലാണ് നിധി ആ മറുപടി നൽകിയത്. ശരി സുധീഷേ, നിങ്ങൾ ആ വീട് വിട്ടുപോയാൽ ഞാൻ അങ്ങോട്ട് തിരികെ വരാമെന്ന് നിധി സമ്മതിക്കുകയാണ്. എന്നാൽ നിധിയുടെ ആ വാക്കുകൾ കേട്ട് സുധീഷ് ആകെ അമ്പരന്ന് നിന്നുപോയി. തന്റെ ചോദ്യത്തിന് ഇത്ര പെട്ടെന്ന് ആ മറുപടി സുധീഷ് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സുഭാഷേട്ടനും ഹരീഷും നികേഷും ഒക്കെയുള്ള ആ വീട്ടിൽ താൻ സന്തോഷവതിയായിരുന്നുവെന്നും നിങ്ങൾക്ക് മാത്രമാണ് അവിടെ സ്ഥാനമില്ലാത്തതെന്നും നിധി ഉറപ്പിച്ചു തന്നെ സുധീഷിനോട് പറയുന്നു. സുധീഷ് ആ വീട്ടിലില്ലെങ്കിൽ എനിക്ക് വരാൻ തടസ്സമില്ല എന്ന് തന്നെ നിധി ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനാവാതെ സുധീഷ് ഒരു നിമിഷം തരിച്ചു നിന്നു. എങ്കിലും താൻ ഒഴിഞ്ഞുകൊടുത്താൽ പ്രിയപ്പെട്ടവൾ തിരികെ വരുമെന്ന തിരിച്ചറിവ് അവനിൽ സങ്കടവും സന്തോഷവും ഒരുപോലെ നിറച്ചു. ഇനി വീട് വിട്ടു പോകാമെന്ന് പറഞ്ഞത് വെറും നുണയാണോ എന്ന് നിധി സംശയിച്ചപ്പോൾ താൻ സത്യസന്ധനാണെന്ന് തെളിയിക്കാൻ സുധീഷ് വെമ്പല് കൊള്ളുകയായിരുന്നു. വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടുകൂടി തന്റെ മാറ്റം കാണിക്കണമെന്ന് സുധീഷ് ആഗ്രഹിച്ചു. എന്നോട് ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാമെന്ന് സുധീഷ് വീണ്ടും പറഞ്ഞപ്പോൾ താൻ പോയി കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരില്ലെന്ന് എന്താണ് ഉറപ്പെന്ന് നിധിയുടെ ചോദ്യത്തിന് തിരിച്ചു വന്നാൽ ചെരുപ്പെടുത്ത് എന്നെ തല്ലിക്കോ എന്നായിരുന്നു സുധീഷിന്റെ മറുപടി. ആത്മവിശ്വാസത്തോടെയുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ നിധിയുടെ ഉള്ളിലെ ദേഷ്യം അലിഞ്ഞുപോയി. നിധിയുടെ മുഖത്ത് വിരിഞ്ഞ ആ ചെറിയ പുഞ്ചിരി കണ്ടപ്പോൾ സുധീഷിന്റെ മനസ്സിലും വലിയൊരു ആശ്വാസം തോന്നി. ചിരിക്കുമ്പോൾ നിധി എത്ര സുന്ദരിയാണെന്ന് അവൻ മനസ്സിൽ ഓർത്തുപോയി. പെട്ടെന്നാണ് സുധീഷ് ആ രസകരമായ കാരണം കൂടെ അവതരിപ്പിച്ചത്. അത് പിന്നെ നിധിക്ക് വേണ്ടി പണിയുന്ന ആ ബാത്റൂമിന്റെ പണി ഏകദേശം തീരാറായിട്ടുണ്ട്. നിധി വന്നില്ലെങ്കിൽ പിന്നെ അത് ആരുപയോഗിക്കും? വില കൂടിയ ടൈലുകളും പെയിന്റും അടിച്ച ആ ബാത്റൂം കാത്തിരിക്കുകയാണെന്ന് സുധീഷ് തമാശ രൂപേണ പറഞ്ഞു. അത് നിധിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും വീട്ടിലെ ആണുങ്ങൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലെന്നും അവൻ കളിയായി പറഞ്ഞു. എങ്കിലും തന്റെ തീരുമാനത്തിൽ നിധി മാറ്റം വരുത്തിയില്ല. സുധീഷ് വീട് വിട്ടു പോയിട്ട് വിളിച്ചാൽ വരാമെന്ന് പറഞ്ഞ് അവള് ദിവ്യയുടെ അരികിലേക്ക് നടന്നു. എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ച ദിവ്യയോട് ചിരിച്ചുകൊണ്ട് ഓക്കെ ആണെന്ന് നിധി മറുപടി നൽകി. നിധിയുടെ ആ ചിരിയിൽ തനിക്കുള്ള മാപ്പുണ്ടെന്ന് സുധീഷും തിരിച്ചറിയുകയായിരുന്നു. നിധി അങ്ങനെ പോകുമ്പോൾ തന്നോട് ദേഷ്യം മാറിയിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായും ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് സുധീഷ് കരുതിയെങ്കിലും നിധി തന്റെ ഉറച്ച തീരുമാനത്തിലായിരുന്നു. മുന്നോട്ടുള്ള ഓരോ ചുവടിലും തന്റെ ആത്മാഭിമാനത്തെ മുറുക്കെ പിടിക്കാൻ നിധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രാത്രിയായപ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ആ വീടിന്റെ മുറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്നും ബാഗുമായി ഇറങ്ങുന്ന നിധിയെ കണ്ടപ്പോൾ ഹരീഷിന്റെയും ഭാസ്കരന്റെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. പടിക്കൽ നിൽക്കുന്ന ഭാസ്കരന്റെ മുഖത്തെ ആ കള്ളച്ചിരി കണ്ടപ്പോൾ നിധിയുടെ ഉള്ളിൽ ഒരു നിമിഷം ദേഷ്യം മിന്നിമറഞ്ഞു. അങ്ങനെ പതിവ് പോലെ സ്നേഹത്തോടെയും ബഹളത്തോടെയും നികേഷും സുഭാഷും അവളെ സ്വീകരിക്കുന്നു. ഒരു ശുഭമുഹൂർത്തത്തിൽ വരുന്നത് പോലെ
ആരതി എടുത്ത് സ്വീകരിക്കണമെന്ന് നികേഷ് ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും നിധി അത് സ്നേഹപൂർവ്വം നിരസിച്ചു. ആഘോഷങ്ങളെക്കാൾ ഉപരി ആ വീട്ടിലെ സമാധാനമായിരുന്നു നിധി അപ്പോൾ ആഗ്രഹിച്ചിരുന്നത്. വലതുകാൽ വെച്ച് അവൾ അകത്തേക്ക് കയറിയപ്പോൾ ആ വീടിന്റെ ഐശ്വര്യം തിരികെ വന്നതുപോലെ എല്ലാവർക്കും തോന്നി. ശേഷം ദാഹിച്ചു വന്ന നിധിക്ക് സുഭാഷാണ് സ്നേഹത്തോടെ വെള്ളം നൽകിയത്. എന്നാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞ ഉടനെ അവൾ ചോദിച്ചത് തന്റെ നിബന്ധനയെക്കുറിച്ചായിരുന്നു. സാർ എവിടെ? വീട് വിട്ടു പോയോ? സുധീഷ് അവിടെ ഇല്ലെന്ന് ഉറപ്പിക്കാനായിരുന്നു നിധിയുടെ ആ ചോദ്യം. അയാൾ ഏട്ടത്തിയുടെ മുറിയിലുണ്ടെന്ന് ഹരീഷ് പറഞ്ഞപ്പോൾ സുഭാഷിന് അത് വിശ്വസിക്കാനായില്ല. വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങാനാണോ അവൻ അങ്ങോട്ട് പോയതെന്ന് എല്ലാവരും ഭയന്നു. സുഭാഷ് അങ്ങനെ സുധീഷിനെ വിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നിധി തന്നെ ആ മുറിയിലേക്ക് നടന്നു. അവിടെ പാട്ട് കേട്ട് സുഖമായി കിടക്കുന്ന സുധീഷിനെയാണ് നിധി കണ്ടത്. നിധി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇതൊരു സ്വപ്നമാണോ എന്ന് പോലും സുധീഷ് ഒരു നിമിഷം സംശയിച്ചു. ഏട്ടത്തി തിരിച്ചു വന്നുവെന്ന് നികേഷ് വിളിച്ചു പറഞ്ഞപ്പോൾ സന്തോഷവും ഞെട്ടലും കൊണ്ട് സുധീഷ് കട്ടിലേക്ക് തന്നെ ബോധം കെട്ടതുപോലെ വീണു. ഹൃദയമിടിപ്പ് നിലച്ചു പോകുന്ന അത്രയും വലിയൊരു സർപ്രൈസ് ആയിരുന്നു അവൻ ആ കാഴ്ച. നിങ്ങൾ വീട് വിട്ടു പോകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് നിധി ഓർമ്മിപ്പിച്ചപ്പോൾ സുധീഷ് വല്ലാതെ പതറിപ്പോയി. ജോലിയും ലൈസൻസും ഇല്ലാതെ പുറത്ത് എങ്ങോട്ട് പോകാനാണ് മാഡം? ഭ്രാന്ത് പിടിച്ചപ്പോൾ ഒന്ന് പാട്ട് കേട്ടതാണെന്ന് പറഞ്ഞ് സുധീഷ് കൈകൂപ്പി നിധിയോട് മാപ്പ് ചോദിച്ചു. തന്റെ നിസ്സഹായാവസ്ഥ വിളിച്ചു പറയുമ്പോഴും നിധിയെ വീണ്ടും കാണാൻ കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസം സുധീഷിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഫോണും എടുത്ത് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. സുധീഷ് അങ്ങനെ പേടിച്ചു വിറച്ച് പുറത്തേക്ക് ഓടുന്നത് കണ്ട് നിധിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അഹങ്കാരിയായ സുധീഷിനെ കൊണ്ട് കൈകൂപ്പിച്ചു എന്നത് നിധിയുടെ ഉള്ളിൽ ഒരു ചെറിയ വിജയത്തിന്റെ സംതൃപ്തി നൽകി. പുറത്തേക്ക് വന്ന സുധീഷിനോട് മുറിയിൽ നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഗൗരവത്തിൽ സുഭാഷ് ചോദിച്ചപ്പോൾ സുധീഷ് വല്ലാതെ പതറിപ്പോയി. അയ്യോ ക്ഷമിക്കണോ ഏട്ടാ, മാഡം വന്ന കാര്യം ഞാൻ അറിഞ്ഞതേയില്ല, അറിയാതെ പറ്റിപ്പോയതാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും സ്കൂട്ടായി. തന്റെ വാക്കുകൾക്ക് ഇത്രത്തോളം ശക്തി ഉണ്ടെന്ന് നിധി പോലും അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എന്തായാലും പെട്ടെന്നുണ്ടായ സുധീഷിന്റെ ഈ മാറ്റം കണ്ട് സുഭാഷ് അമ്പരന്നുപോയി. ഇവനിത് എന്ത് പറ്റി? മോൾ അവനോട് എന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞു എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിച്ചപ്പോൾ പേടിക്കാനൊന്നും ഇല്ലെന്നും എല്ലാം ശുഭമാണെന്നും പറഞ്ഞ് നികേഷാണ് എല്ലാവരെയും ആശ്വസിപ്പിച്ചത്. തന്റെ പ്രിയപ്പെട്ട ഏട്ടത്തി തിരികെ വന്നതിന്റെ ആവേശത്തിലായിരുന്നു അപ്പോൾ നികേഷ്. തുടർന്ന് നികേഷ് ഓടിപ്പോയി നിധിയുടെ ബാഗ് എടുത്ത് കൈകളിൽ ഏൽപ്പിച്ചു. തന്റെ പ്രിയപ്പെട്ട അനിയന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് നിധി ആ വീട്ടിൽ തന്റെ പഴയ സ്ഥാനം തിരികെ ഉറപ്പിച്ചു. ഒടുവിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിധി ആ പഴയ കസേരയിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. കൈപ്പേറിയ സംഭവങ്ങളെല്ലാം മാഞ്ഞു പോകുന്ന ഒരു പുതിയ തുടക്കമായിരുന്നു അത്.